വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വരികയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയാണ് ദേവസ്വം വിജിലൻസ്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അനന്തൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എവിടെ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തുന്നത്? എന്തൊക്കെയാണ് ചോദിച്ചറിയുന്നത്? പ്രതീക്ഷ, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് മുൻപാകെ നന്തൻകോട് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്താനാണ് എന്നാണ് സൂചന. നേരത്തെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിക്കും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് വിളിപ്പിക്കില്ല എന്നുള്ള സൂചനയാണ് വിജിലൻസിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം പെട്ടെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന് മുൻപാകെ ഹാജരാകുന്നത്. നേരത്തെ ഒരു തവണ വിജിലൻസിന് മുൻപാകെ ഹാജരായെങ്കിലും കൃത്യമായ വിവരങ്ങൾ ആ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് എടുക്കാൻ വിജിലൻസിന് കഴിഞ്ഞില്ല. പക്ഷേ നേരത്തെ ഈ പീഡവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ആ പീഡം കണ്ടെടുക്കുകയൊക്കെ ചെയ്തത്. അതിനുശേഷമാണ് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ മാതൃഭൂമി തന്നെ പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപാട് തെളിവുകൾ, ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ആണ് വിജിലൻസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന മൊഴിയെടുപ്പ് നിർണായകമാണ്. ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും തുടർന്ന് നടപടി എങ്ങനെ വേണം, അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് എങ്ങനെ റിപ്പോർട്ട് കൊടുക്കണം എന്നതടക്കമുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുക. അങ്ങനെ ഇനിയുള്ള ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ പ്രശാന്ത്? കാരണം ക്ഷമിക്കണം അനന്തൻ, അതായത് നമ്മൾ പുറത്തേക്ക് വിട്ട നിരവധി വാർത്തകളുണ്ടായിരുന്നു. അതായത് മാല പോലെയാണ് ഒരു ദുരൂഹതയുടെ ഒരുപാട് തെളിവുകൾ സഹിതം പുറത്തേക്ക് വിട്ടത്. അപ്പോൾ ഇന്ന് മാത്രം, ഈ ഒരു ദിവസം മാത്രമായിരിക്കുമോ മൊഴി രേഖപ്പെടുത്തൽ, അതോ ഇനി അനുബന്ധമായിട്ടുള്ള മൊഴിയെടുപ്പൊക്കെ ഉണ്ടാകുമോ അനന്തൻ? ഈ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ കവചങ്ങളിലെ തൂക്കം കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു വിവാദം ഒടുവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ സ്വത്ത് മോഷണം പോയി എന്നുള്ള സംശയത്തിലാണ്. അപ്പോൾ അത്രയേറെ ഗൗരവമുണ്ട് ഈ മൊഴിയെടുപ്പിന്. കാരണം ആരോപണ വിധേയനായി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘാംഗങ്ങളുമാണ്. അപ്പോൾ 2019 ഈ കവചം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങളുണ്ട്. അത് വിജയ് മല്യ സ്വർണം പൂശിയ അതേ കവചമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്നുള്ള സംശയമാണ് ഉയരുന്നത്. മാത്രമല്ല അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ച് ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചത്. ശരി, അനന്തൻ, അടുത്ത ബുള്ളറ്റിനുകളിൽ ഇതിന്റെയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും.